ഞാൻ രഞ്ജിത്ത് മാധവൻ. ട്രാൻസിയൻസ് അഥവാ ക്ഷണികം. രഞ്ജിത്ത് മാധവൻ ക്യാമറയിലൂടെ പകർത്തിയ നദിയിലെ മായക്കാഴ്ചകളെല്ലാം ക്ഷണനേരത്തേക്ക് മാത്രം ഉണ്ടായിരുന്നവയാണ്. രഞ്ജിത്തിൻ്റെ ക്യാമറ അപ്പോൾ ഒപ്പിയെടുത്ത രൂപം അടുത്ത നിമിഷത്തിൽ മറ്റൊരാൾക്ക് പകർത്താൻ പാകത്തിൽ അവിടെ ഇല്ലെന്നു സാരം. ഇത് കർണാടകയിലെ കബനി നദിയിൽ നിന്ന് ഞാൻ എടുത്ത ചിത്രമാണ്. അവിടെ മൈസൂരിനടുത്ത് നഞ്ചങ്കോട് ശിവക്ഷേത്രത്തിൻ്റെ മുൻവശത്തുകൂടി കബനി നദി ഒഴുകുന്നതിന് കബനിയിൽ കണ്ട ഒരു കൽമണ്ഡപത്തിൻ്റെ നിഴലാണ് ഇത് എനിക്ക് തോന്നിയത് ഒരു സൂഫി നൃത്തം പോലെ എനിക്ക് തോന്നി. ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടം കൊണ്ട് ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ മറ്റാരും എടുക്കാത്ത അല്ലെങ്കിൽ മറ്റാർക്കും എടുക്കാൻ കഴിയാത്ത ചിത്രങ്ങൾ എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞാൻ എത്തിയത്. എൻ്റെ ആശയം എൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെ ഇളക്കങ്ങൾ, നിഴലുകളുടെ ഇളക്കങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം പ്രകൃതി ചിത്രം വരയ്ക്കുകയാണെന്നാണ് തോന്നിയത്. പലതരം നിഴലുകൾ, പലതിൻ്റെയും നിഴലുകൾ വെള്ളത്തിൽ പ്രതിഫലിച്ച് കാണുന്ന അതിൻ്റെ ഇളക്കങ്ങളെ ക്യാപ്ചർ ചെയ്യുകയാണ് ഞാൻ. അങ്ങനെ കിട്ടുന്ന ആ പിക്ചർ ഒരു പെയിൻറ്റിങ് പോലെ എനിക്ക് തോന്നി. അത് പ്രകൃതി വരച്ചൊരു ചിത്രമായിട്ട് ഞാൻ എടുത്തു വെച്ചു, ശേഖരിച്ചു. അങ്ങനെ ചിത്രങ്ങൾ എടുപ്പ് തുടങ്ങിയപ്പോൾ അപൂർവമായിട്ട് എന്തെങ്കിലും ഒരു രൂപത്തെ ഇതിലേക്ക് കൊണ്ടുവന്നാലാണ് ഇതിനൊരു യൂണിവേഴ്സൽ യൂണീക്ക് എന്ന ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചപ്പോഴാണ് മനുഷ്യനെ പ്രകൃതി വരയ്ക്കുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത്. നമ്മളെല്ലാം പ്രകൃതിയുടെ ചിത്രങ്ങൾ ക്യാൻവാസിലും ഒക്കെ വരച്ച് വയ്ക്കുന്ന പോലെ, നമ്മുടെ ചിത്രകാരന്മാർ വരച്ചു വയ്ക്കുന്ന പോലെ പ്രകൃതി മനുഷ്യനെ നോക്കി വരയ്ക്കുന്നുണ്ട്. പ്രകൃതിക്ക് വരയ്ക്കാനുള്ള ഒരു ക്യാൻവാസാണ് വെള്ളം എന്ന ഒരു ആശയം മനസ്സിലൊതിച്ചു. അങ്ങനെ ഞാൻ പ്രകൃതിയുടെ ചിത്രം വര നോക്കി വെള്ളത്തിൽ, നദികളിൽ തേടി യാത്ര ചെയ്യാൻ തുടങ്ങി. ഈ മനുഷ്യനെ രൂപങ്ങളെ എവിടെയൊക്കെ വരയ്ക്കുന്നു, എപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നു, ഒന്നും നമുക്ക് മുൻകൂട്ടി എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഈ നിഴലനക്കങ്ങളെ തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത അനേകം ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് മനുഷ്യരൂപമായിട്ട് തോന്നിയ കുറച്ച് ചിത്രങ്ങളെ ഞാൻ എടുത്തു വച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ഈ ചിത്രം പഞ്ചാബിൽ നങ്കൽ എന്ന സത്ലജ് നദിയിൽ നിന്നാണ്. നങ്കൽ എന്ന സ്ഥലത്ത് സത്ലജ് നദിയിൽ നിന്നാണ്. വെള്ളത്തിന് അടിയിൽ കരിങ്കല്ലുകൾ കിടക്കുന്നുണ്ടായിരുന്നു. ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ റിസർവോയറിലാണ് ഞാൻ ചെന്ന് ഈ ചിത്രം എടുക്കാൻ പോയത്. ഉച്ച സമയത്ത് വെള്ളത്തിന് മീതെ ഓളങ്ങളിൽ വെയിലിൻ്റെ തിളക്കങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ ആ വെയിലിൻ്റെ തിളക്കങ്ങൾ ഓളങ്ങളുടെ മീതെ കണ്ട തിളക്കങ്ങളെ നേരെ താഴെ അടിത്തട്ടിൽ കിടക്കുന്ന കരിങ്കല്ലുകളിൽ തട്ടി പ്രതിഫലിക്കുകയായിരുന്നു. അതിനെയാണ് ഞാൻ ഇങ്ങനെ ചിത്രം എടുത്തത്. രണ്ട് ചിത്രങ്ങൾ എനിക്ക് ഒരേ സ്ഥലത്തു നിന്ന് കിട്ടി. അവിടെ വെച്ചിരിക്കുന്ന ഒരു ചിത്രം ഒരു ഗന്ധർവനെ പോലെ തോന്നിച്ചു. അതേ സ്ഥലത്തുനിന്ന് എനിക്ക് ഇതിലൊരു ഭീകര രൂപം, ഒരു യക്ഷി കഥയിലെ ഒരു യക്ഷി അല്ലെങ്കിൽ പൂതപ്പാട്ടിലെ യക്ഷി, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഭീകര രൂപത്തെയാണ് എനിക്കിതിൽ കാണാൻ പറ്റി. നീളാനദിയിൽ നിന്നെടുത്ത ചിത്രമാണിത്. നമ്മുടെ ഭാരതപ്പുഴയിൽ നിന്ന് ഇലപൊഴിഞ്ഞ മരത്തിൻ്റെ ചില്ലകളുടെ നിഴലിൽ നിന്നാണ് ഈ ചിത്രം എടുത്തത്. ഭാരതപ്പുഴയിലെ തിരുനാവായിൽ നിന്നാണ് എനിക്ക് ചിത്രം കിട്ടിയത്. എനിക്ക് അരൂപികളായിട്ടുള്ള ഒരു കൂട്ടം ആത്മാക്കളുടെ ഒരു കൂട്ടമായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. ഇത് അലഹബാദിലാണ്, യുപിയിലെ അലഹബാദിൽ പ്രയാഗ്രാജ് സംഘം, ത്രിവേണി സംഗമത്തിൽ നിന്ന് ഗംഗാനദിയിൽ നിന്നാണ് ഈ ചിത്രം കിട്ടിയത്. ആ നദിയിൽ ഒഴുക്കിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിത്രം കിട്ടിയത്. ഇതൊരു ശിവതാണ്ഡവ നൃത്തം പോലെ എനിക്ക് തോന്നി.
കേരളത്തിൽ പെരിയാർ മുതൽ ലഡാക്കിൽ സിന്ധു നദി വരെ 18 സംസ്ഥാനങ്ങളിലൂടെ തനിച്ച് യാത്ര ചെയ്തു. 22 നദികളിലാണ് ഞാൻ പോയി ചിത്രങ്ങളെടുത്തത്, മനുഷ്യരൂപങ്ങൾ കണ്ടെത്തിയത്. ആർക്കും ഇനി എടുക്കാൻ പറ്റാത്ത ചിത്രങ്ങളാണ് ഇതെല്ലാം. എനിക്ക് പോലും ഇനി മറ്റൊരു നിമിഷത്തിൽ ഇത് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള ചിത്രങ്ങളെ 4-5 ദിവസം പരിശ്രമിച്ച് ഇങ്ങനെ ഒരു ചിത്രം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ നിമിഷത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് എനിക്കിതിൽ ഏറ്റവും വലിയ മുഖ്യം. ഞാൻ നിക്കോണിൻ്റെ ക്യാമറയാണ് 7500 നോർമൽ 105 ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത്. സൂര്യപ്രകാശത്തിലും കൃത്രിമ പ്രകാശങ്ങളിലൊക്കെയും നദികളിൽ വീണുടഞ്ഞ രൂപമില്ലാത്ത നിഴലുകളിൽ രൂപങ്ങളെ തിരഞ്ഞടയാളപ്പെടുത്തിയിരിക്കുകയാണ് രഞ്ജിത്തിൻ്റെ ഓരോ ഫ്രെയിമുകളും. റിപ്പോർട്ടർ, ബംഗളൂരു.